സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ പുതിയ പ്രഭാതം ദൈവം നമുക്ക് സമ്മാനിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യരുടെയൊക്കെ ആഗ്രഹം എന്താണ്? നന്നായി ജീവിക്കണം, നല്ല നിലയിൽ ജീവിക്കണം, നന്നായി സ്വത്തും പണവും ഒക്കെ സമ്പാദിക്കണം, അങ്ങനെ സന്തോഷമായി സമൃദ്ധമായി ജീവിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് മനുഷ്യൻ പണത്തിൻ്റെ പിന്നാലെ പായുന്നു. ഏതെല്ലാം നിലകളിൽ പണം സമ്പാദിക്കാമോ ആ നിലകളിലൊക്കെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി അവൻ വല്ലാതെ ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നു. പലരും നന്നായി അത്യധ്വാനം ചെയ്ത് പണം സമ്പാദിക്കുന്നു, പലരും കുൽസിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നു. ഏത് വിധേനയും പണം സമ്പാദിച്ച് സമൃദ്ധമായി സന്തോഷമായി ആഹ്ലാദമായി ജീവിക്കണം എന്നൊക്കെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വളരെ വലിയ ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ സമ്പത്തെല്ലാം വർദ്ധിച്ച് ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നതായ ഒരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ തന്നോട് തന്നെ പറയുകയാണ്, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ സ്വത്തുവക നീ സമ്പാദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. വാസ്തവത്തിൽ ഇതല്ലേ മനുഷ്യരുടെയൊക്കെ ആഗ്രഹം? ഇഷ്ടം പോലെ പണം സമ്പാദിക്കുകയും തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതാണ് ആശ്വസിക്കാനുള്ള വക എന്ന് മനുഷ്യൻ വിചാരിച്ച് വശായിരിക്കുകയാണ്. കുറേ പണം സമ്പാദിച്ചതുകൊണ്ട് ആശ്വാസം ലഭിക്കുമോ? തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തതുകൊണ്ട് ആശ്വാസം ലഭിക്കുമോ? ഒരിക്കലുമില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ വലിയ ധനികരായിരുന്നവർ, ശതകോടീശ്വരന്മാരായിരുന്നവർ ആശ്വാസം ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങളുണ്ട്. ഇഷ്ടം പോലെ സ്വത്തും പണവും ഒക്കെ സമ്പാദിച്ച് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്ന ധാരാളം പേർ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താൻ സാധിക്കാതെ ലോകം വിട്ട് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഉല്ലാസങ്ങൾ ലക്ഷ്യമാക്കി മനുഷ്യൻ കുടിച്ച് കൂത്താടുകയാണ്. കേരളത്തിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ്റെ കഴിഞ്ഞ വർഷത്തെ വിറ്റുവരവെന്ന് പറയുന്നത് 19,000 കോടി രൂപയാണ്. അങ്ങനെ കുടിച്ച് സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനും ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവൻ സമ്പാദിച്ചു വെക്കുന്ന സകല പണവും കുടിച്ച് നശിപ്പിച്ച് കളയുമ്പോൾ അവൻ്റെ കരൾ നശിക്കുന്നു, വൃക്ക നശിക്കുന്നു. അവസാനം അവൻ കരൾ രോഗിയായി യാതൊരു നിവൃത്തിയുമില്ലാതെ മരണത്തോട് സമീപിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ള ആശ്വാസവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുന്നു. അവൻ്റെ മാത്രമല്ല, അവൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷവും സമാധാനവും ആശ്വാസവും എല്ലാം വാസ്തവത്തിൽ ഇല്ലാതെ പോവുകയല്ലേ ചെയ്യുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്ന ധനികനായ മനുഷ്യൻ വളരെയധികം സ്വത്തെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് താൻ തന്നോട് തന്നെ പറയുന്നു, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ സമ്പത്ത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, ഇനി നീ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുക. പക്ഷേ ദൈവം അവനോട് പറയുകയാണ്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? 39-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. മനുഷ്യരൊക്കെ വെറും നിഴലായി നടക്കുന്നവരാണ്. ഏത് സമയത്തും വീണു മരിക്കാം. അപ്രതീക്ഷിതമായ സമയത്ത് ദൈവം നമ്മുടെ പ്രാണനെ നമ്മോട് ചോദിക്കുമ്പോൾ നാം ഒരുക്കി വെച്ച സമ്പത്തൊക്കെ ആർക്കായി തീരും? ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. അങ്ങനെ നനച്ചിരിയാത്ത ഒരു സമയത്ത് മരണം നമ്മെ പിടികൂടുമ്പോൾ നമ്മിൽ നിന്ന് വേർപെടുന്ന ആത്മാവും പ്രാണനും എവിടേക്കാണ് പോകുന്നത്? അതേ സംബന്ധിച്ചാണ് നമുക്ക് ആശ്വാസം ലഭിക്കേണ്ടുന്നത്. നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ പ്രാണനും ആത്മാവും ദൈവസന്നിധിയിലേക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്. നിത്യത മുഴുവൻ
കർത്താവിനോട് കൂടെ നാം ആയിരിക്കും, സന്തോഷത്തിലായിരിക്കും, സ്വർഗീയ സന്തോഷത്തിലായിരിക്കും എന്നുള്ള ആശ്വാസം നമുക്കുണ്ട്. അല്ല, നാം മരിക്കുമ്പോൾ നമ്മുടെ പ്രാണനും ആത്മാവും യാതനാസ്ഥലത്തേക്ക് പോകുന്നുവെങ്കിൽ നാം നിത്യത മുഴുവൻ നരകാഗ്നിയിലേക്ക് തള്ളപ്പെട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാരോട് കൂടെ അവിടെ ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുത്തുന്നതായ കാര്യവുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ പരിപാവനമായ രക്തം ഒഴുക്കിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവരക്ഷ പ്രാപിക്കുവാൻ സാധിക്കും, നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കും. അവർക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്. അവർ കർത്താവിനോട് കൂടെ നിത്യതയിൽ സന്തോഷിക്കും എന്നുള്ളത് തന്നെ. ദൈവം അതിനായി നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന എല്ലാം മരണം കൊണ്ട് അവസാനിക്കുന്നതാണെന്നും ഞങ്ങൾ സമ്പാദിക്കുന്നത് പിന്നീട് ആരാണ് അനുഭവിക്കുന്നതെന്നും ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഇതുവരെയും കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ വരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ആത്മനാഥന്റെ സ്നേഹവചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. കരുതുക മകനെ, നിന്നാത്മരക്ഷയ്ക്കായി ചിതലുകൾ തിന്നാത്തതാം നിധികൾ ഓർത്തിരിക്കും നിന്റെ സ്നേഹനാഥൻ. നീ ചെയ്ത കാരുണ്യ ചെയ്തികളെന്നും പ്രതിഫലം നൽകിടും നിന്റെ നാഥൻ. എവിടെ നിൻ സമ്പാദ്യം, എവിടെയാണു നിന്റെ നിധിശേഖരം? എവിടെ നിൻ സമ്പാദ്യം, എവിടെയാണു നിന്റെ നിധിശേഖരം? മകനേ, മകളേ, ലോകത്തിൻ മറിമായയിൽ മനസ്സുടക്കി നീ തളർന്നിരിപ്പാണോ? മകനേ, മകളേ, ലോകത്തിൻ മറിമായയിൽ മനസ്സുടക്കി നീ തളർന്നിരിപ്പാണോ? എവിടെ നിൻ സമ്പാദ്യം, എവിടെയാണു നിൻ